ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡോട് തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രാഗനെ കൊല്ലാൻ പോകുന്ന പ്രിപ്പറേഷൻസും പിന്നെ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കലുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ കുറേ നേരം നമ്മൾ ഈ വേൾഡിൽ ഇരുന്നിട്ട് ഗ്രൈൻഡിങ് ആയിരുന്നു, കാരണം നമുക്ക് മിൻറ്റിങ് ബുക്കിനൊക്കെ വേണ്ടിയിട്ട് അത് ഫിഷിങ് ചെയ്തൊക്കെ കിട്ടാൻ പോകുന്നില്ല എന്തായാലും. പിന്നെ ഞാൻ വില്ലേജറിൻ്റെ അടുത്ത് നിന്ന് ഒപ്പിച്ച് നമ്മൾ മിൻറ്റിങ് ബുക്ക് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നേരം നെതറിലെ ഗ്രൈൻഡിങ് ആയിരുന്നു എൻഡർപോൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു സ്റ്റേക്കിന് മുകളിൽ നമ്മൾ എൻഡർപോൾ ഒപ്പിച്ചിട്ടുണ്ട്. അതെ, ഒരു സ്റ്റാക്കും 2 ഉണ്ട്. ഇനി കുറച്ചും കൂടി ഒപ്പിക്കാനും ഉണ്ട്. ഇവിടെ പ്ലേസ് റോഡ് ഇവിടെ ഇതിൻ്റെ പേടിച്ചു. അപ്പോൾ ഞാൻ ഇനി നെതറിലോട്ടൊന്ന് പോയിട്ട് കാണിച്ചു തരാം. നമ്മളിങ്ങോട്ട് നെതറിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബ്രീഡറിൻ്റെ ഫോണ് വയ്യൊക്കെ ഒന്ന് ചെറുതായി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഞാൻ കുറേ നിലത്തൊക്കെ വീണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ 3 വില്ലേജസ് ഉണ്ട്. ഇവൻ പ്രൊട്ടക്ഷൻ 4 ആണ് തോന്നുന്നു. ഇവൻ മെൻറ്റിങ് റെസ്പിറേഷൻ ആവും. റെസ്പിറേഷൻ അവൻ പ്രൊട്ടക്ഷൻ 4. അങ്ങനെ 3 ബുക്സ് നമ്മളിവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി എൻഡർപോളുടെ ആവശ്യങ്ങളുണ്ട്. പിന്നെ ഇനി കുറച്ച് അവന്മാരൊക്കെ ഒന്ന് കൊല്ലട്ടെ, എന്നിട്ട് എന്നെ കാണിക്കാം. എങ്ങനെ വരും? സോഡ് എടുക്കും, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും നിൽക്കും. അവന്മാർ വരുമ്പോൾ അവരെ തല്ലിക്കൊല്ലും. ഇങ്ങനെ ഇപ്പോൾ കാണിച്ചിട്ട് ഇത് നേരത്തെ അടിച്ചവൻ ചത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഓരോ ആൾക്കാരും ഇങ്ങനെ കൊല്ലും. അതായിരുന്നു അത്രയും നേരമായിട്ട് ചെയ്തിട്ട്. പിന്നെ അവനെയും കൊന്നു. മുകളിലോട്ട് കയറാവുന്നതാണ്. ബ്ലോക്സൊക്കെ കയറുന്നുണ്ട്. ഇനി തിരിച്ച് മുകളിലേക്ക് പോയിട്ട് ബാക്കി പ്രിപ്പറേഷൻ കാര്യമൊക്കെ തന്നെ തുടങ്ങാം. നമുക്ക് റോക്കറ്റ്സ് വേണം, പിന്നെ കുറേ ടാൻമാനം വേണം. റെഡി കിട്ടാലും ഇപ്പം ചാവും. ഞാൻ മുകളിൽ എത്തിയിട്ട് കാണിക്കാം. സുഖി നമ്മളിങ്ങോട്ട് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ പോർട്ടലിലോട്ടും കയറിയിട്ടുണ്ട്. എവിടെയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ ഓവർ വേൾഡിൽ എത്തിയിട്ടുണ്ട്. ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചെറിയൊരു ടെസ്റ്റർ പാക്ക് ഇട്ടിട്ട് കേസ് ഇതിൻ്റെ നമ്മുടെ ടൂൾസിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നത്, ഡ്യൂറബിലിറ്റി കാണിക്കുന്നത് ചെറിയ ടെസ്റ്റർ പാക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര എൻഡർപോൾ ഉണ്ട്? അത്യാവശ്യം ഉണ്ട്. ഒരു സ്റ്റാക്കും 7 ഉണ്ട്. ഒക്കെ തന്നെ ധാരാളം. പിന്നെ ഇത് കൂടി ഇരിക്കട്ടെ. പിന്നെ വാട്ടർ ബക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഏരോസ് കൂടി ഇരിക്കട്ടെ. ഫുഡ് ഇവിടെ കുറച്ച് ഏബിയിൽ വെച്ചൊരു ഉണ്ട്. ഇതിന് ഒരു 13 ഏബിയിൽ. എൻ്റെ കയ്യിലുള്ള ചവറുകളും ബ്ലോക്സൊക്കെ ഒന്ന് ഉള്ളിലോട്ട് കൊണ്ടേറ്റ് ഇവിടെ വേണം. നമുക്ക് വേണ്ട അതൊക്കെ പ്രിപ്പറേഷൻ ചെയ്താലും ലാസ്റ്റ് അവിടെ ഒരു പേടിയാണ്. കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് എടുക്കാണ്ട് പിന്നെ എടുക്കാം. ആദ്യം കുറച്ച് ഫുഡ് സെറ്റാക്കട്ടെ. ഈ പേര് ഇവിടെ വയ്ക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് വീക്കാക്കുക. 43 ബ്രെഡ് ഉണ്ട്. അതിനെ ധാരാളം. 22 ക്യാരറ്റ് നമുക്ക് പോകുമ്പോൾ തിന്നാൻ എടുക്കാം. പിന്നെ വേണ്ട, ഇനി കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും കൂടി വേണം. ബിൽഡിംഗ് ബ്ലോക്സ് ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ള നെതറാക്കുണ്ടോ? നമ്മളെ ബേസിൽ പോയാക്കട്ടെ. നമ്മൾ സ്റ്റോറേജ് ഏരിയ ബേസിൽ പോയാക്കട്ടെ. കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും വേണം, റോക്കറ്റ്സും വേണം. ഇത്രയും കൂടിയല്ലേ വേണ്ടുള്ളൂ. റോക്കറ്റ് ഉണ്ടാക്കാൻ ഇവിടെ ഒരു സ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഒരു ബോട്ടും കൂടി കൈ എടുത്ത് വെക്കണം. നമ്മൾ അത്യാവശ്യം ബ്ലോക്സും ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇൻഡസ്ട്രീസിൻ്റെ അവരുടെ വെച്ചിട്ട് ഒന്ന് വരുമ്പോൾ ഞാനൊരു ഷെൽക്കർ ബോക്സ് അവിടെ നിന്ന് അടിച്ച് മാറ്റും. ഒരു സ്റ്റേക്ക് നമ്മുടെ കയ്യിലിരിക്കട്ടെ. തിരിച്ച് പൊട്ടിച്ചെടുത്തിട്ട്
ഒന്ന് പോയി കിടന്നുറങ്ങിയിട്ട് ഞാൻ നമ്മളെ മോഫ മരുന്ന് കുടിച്ചത്. ഈ നേരെ മോഫാമിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ബോട്ട് ഇവിടെ ഉണ്ടാവണ്ടോ. നേരത്തെ ഒരു ബോട്ട് ഇവിടെ കണ്ടതാണ്. ഒരു ബോട്ടുണ്ട്, കുറച്ചാണ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എന്തിനാ റെസ്പിറേഷൻ ഗോൾഡിൻ്റെ അവിടെ ഇരിക്കട്ടെ. ഗോൾഡൻ കാറ്റ് ഉണ്ടാക്കി കൊണ്ടുപോയാലോ? അത്യാവശ്യം ഗോൾഡ് കയ്യിലുണ്ടായേനെ. കുറച്ച് ഗോൾഡൻ കാറ്റ് ഉണ്ടാക്കാം. ഒരു കാര്യം കൂടി ഇവിടുന്ന് പറയാണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10ാമത്തെ എപ്പിസോഡാവും നമ്മൾ റെഗുലർലി ഇനി വീഡിയോ ഇടാൻ പോകുന്നത്. ഇപ്പോൾ അടുത്തൊന്നും വീഡിയോസ് വരത്തില്ല, കുറച്ച് കഴിയും വരാൻ. കുറച്ച് എന്ന് പറയുമ്പോൾ ഇനി വീക്കിലൊരു 1 വീഡിയോ വന്നാൽ വന്ന് അത്രേ ഇനി ഉണ്ടാവത്തുള്ളൂ. കാരണം കുറച്ച് സീരിയൽ ഉണ്ട് നമ്മുടെ വീട്ടിലുകാരൊക്കെ തന്നെ. അപ്പോൾ അഗൈന പിന്നെ റെഗുലർ വീഡിയോസ് ആവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് തിരിച്ച് ബേസിലോട്ട് തന്നെ പോകാം. 190+ റോക്കറ്റ് ഉണ്ടാക്കാം. ഒക്കെ ഉണ്ടാക്കി വെക്കാം. നമുക്കൊരു 2 സ്റ്റേക്ക് എങ്കിലും വേണം. 2 സ്റ്റേക്ക് മതിയാവുന്ന തോന്നുന്നു. ഇതൊക്കെ ഉണ്ടാക്കാം. 2 സ്റ്റേക്ക് ആയിരുന്നിട്ട് 3 സ്റ്റേക്ക് റോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 3 വാട്ടർ ബ്രീത്തിങ് പ്രൂവ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ സെറ്റല്ലേ? ഒക്കെ സെറ്റാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് പോണതിൻ്റെ മുമ്പ് നമ്മൾ ഈ എൻട്രപ്പോളും കയ്യിലോട്ടിരിക്കട്ടെ. അപ്പം എല്ലാവരോടും ഒന്ന് ബൈ ബൈ പറഞ്ഞേക്കാം. എൻ്റെ ഫസ്റ്റ് പട്ടിക്കുട്ട ബൈ, സെക്കൻഡ് പട്ടിക്കുട്ട ബൈ, തേർഡ് പട്ടിക്കുട്ട ബൈ. ഞങ്ങൾക്ക് നമ്മളെ ഫസ്റ്റ് ത്രോ എറിയാം. ദൂരേട്ടൻ അങ്ങോട്ടും ഫസ്റ്റ് എടുത്തതാ IF-100 ഫസ്റ്റ് തന്നെ മുകളിൽ പോയിരിക്കും. ഇത് നമ്മൾ എറിഞ്ഞ് വന്നപ്പോൾ തന്നെ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊന്ന് കിടന്നിട്ട് പോവാം. നീ ഡ്രാഗനെ കൊല്ലോ. ഡ്രാഗൻ എന്താണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നേരെ പോകാം. അപ്പോൾ ഈ ഭാഗത്തോട്ടാണ് ഇനി സെക്കൻഡ് ത്രോ എറിയും നമ്മൾ കാണിക്കാം. കുറച്ച് ദൂരം അങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ത്രോ നോക്കാം. ഇപ്പോൾ ഇത് ബക്കറ്റ് റോക്കറ്റ്സിൻ്റെ കാര്യം എന്ന് പറയാൻ നിൽക്കുന്നത്. പക്ഷെ പോയിക്കും ഇങ്ങോട്ട് തന്നെ കൈ കിട്ടില്ല. കിട്ടി. ഇങ്ങോട്ട് തന്നെ ഞാൻ കുറച്ച് ദൂരം കൂടി നടക്കട്ടെ. ചോനെ വൈബ് സ്ഥലം എന്നാ വൈബാ. നമുക്ക് നടക്കാം. നടന്നു മിക്കവാറും നമ്മൾ അടുത്ത എപ്പിസോഡിൽ പോയി ഡ്രാഗനൊക്കെ ഒന്ന് ലേറ്റർ എടുക്കും. പിന്നെ അങ്ങോട്ട് എപ്പിസോഡ് വരും. ഇത് ഫൈനൽ എപ്പിസോഡാണെന്ന് പറയുന്നില്ല, എന്നാൽ ഫൈനൽ എപ്പിസോഡാണെന്നും പറയില്ല. രണ്ടും കിട്ട ഒരവസ്ഥ. പിന്നെ കുറച്ചും കൂടി നടക്കട്ടെ. ഗായ്സ് വാട്ട് ദ ഹെൽ, ഡാർക്ക് ഓക്ക് എന്തുവാ. ഇതിനു വേണ്ടി ഞാൻ നാള് 10,000-6,000 ബ്ലോക്ക് പോയത്. അല്ല ലെസ് കണ്ടിന്യൂ പറഞ്ഞിട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ്. നമ്മളെ കയ്യിന് വന്നിട്ടൊന്നും ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ വൈരവിൽ 59 വരെ വന്നിട്ടൊന്നും കിട്ടിയില്ല. ഇങ്ങോട്ടേക്കാണോ? ഇങ്ങോട്ടൊക്കെ ഒന്ന് കുറിച്ച് പോയേക്കാം. ഒരു ഗ്രാഫിൻ്റെ ഏരിയ തേങ്ങ വാങ്ങി കണച്ചുകൊണ്ട് വന്ന സ്ഥലം ചെറുതായി മാറിപ്പോയി. മാറിപ്പോയെന്ന് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ എത്ര ദൂരം അങ്ങോട്ട് വന്ന് തേങ്ങാണ്ടി കണ്ടില്ല. അപ്പോഴും മനസ്സിലാക്കി മാറിയിട്ടുണ്ട്. ഇനി തിരിച്ച് മുകൾക്ക് തന്നെ പോയിക്കട്ടെ. അപ്പോൾ ഏതൊക്കെ വയ്യടിച്ച് കയറി വന്നതാ.
ഗൈസ് എൻ്റെ ഒരു നിഗമനത്തിൽ ഇവിടെയാണ് സ്ട്രോങ് ഹോൾഡ് വരേണ്ടത്. ഞാൻ കുറേ നേരമായി പേളറിന് ഇങ്ങോട്ട് വരുന്നത്. ഇത് മുകളിലോട്ട് കുച്ചിന് വല്ല കിട്ടണേ ആൾക്കാണ്. ഈ സാധനം കിട്ടി. ഇൻറ്റോ മോനെ, നമ്മൾ നേരെ ഈ റൂമിൽ തന്നെ വന്നത്. ഓ, നമ്മളങ്ങനെ ഇവിടെ അവസാനം എത്തി. ഇത് ഇങ്ങോട്ട് മൂടാം, നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് നമ്മളെ ബെഡ് ഇവിടെ, ബെഡ് കയ്യിലുണ്ടല്ലോ. നമ്മളെ ബെഡ് ഇങ്ങോട്ട് എടുക്കുക. നൈറ്റാണ്. പിന്നെ നമ്മളെ ബാക്കി ചവറുകളൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് കളയാം. ഇവിടെ നമ്മളെ ചവറൊക്കെ കളഞ്ഞ് നമ്മളെ ഇൻവെന്ററി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നമ്മളെ ബാക്കി എൻ്റർപ്രൈസ് കൊടുത്തിട്ട് ഒന്നാക്കി എത്ര മതിയാവോ? നമുക്കൊരു 9 എടുക്കാം. നിഗമനത്തിൽ 9 മതി എന്നാണ്. കുറച്ച് പൈസ റോഡ് എടുക്കാം. എത്ര വേണം? 2 നമ്മളെ കയ്യിലുണ്ട്. കറക്റ്റ് 9 വേണം. ഞങ്ങൾക്ക് ഷടാ ഇപ്പം എന്താ ചെയ്തേ? കയ്യിലുള്ള എൻ്റർപ്രൈസ് ഫുൾ എടുത്ത് കളഞ്ഞ്. എന്ത് തേങ്ങയാണോ? ബാക്കിയുള്ളൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്യാം. പിന്നെ ഇതൊക്കെ കാട്ടണേ. പെട്ടേനെ കിളിപ്പാറിയും. ഇത് നമ്മൾ വീണ്ടും എൻ്റർപ്രൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് നമ്മൾ ഇതിലോട്ട് അടുത്ത എപ്പിസോഡിൽ ചടന്നായിരിക്കും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 300 സബ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരു 5 സബ്സ്ക്രൈബേഴ്സും കൂടി മതി. അപ്പോൾ അടുത്ത എപ്പിസോഡ് മിക്കവാറും